ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഗൈസ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്താണ് എല്ലാവർക്കും സ്വാഗതം പറയും എന്ത് സ്വാഗതം എന്ത് അമ്മായിമ്മ നേരെ ഉണ്ണിക്കുട്ടിയുടെ തൊഴുത്തിക്കൊണ്ട് പോയിക്കോളെ മൂരി ഉണ്ടാവും അല്ലേ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ഡൗട്ടാണ്. എന്താണ് നിങ്ങൾ ആരും ശർക്കരനെ കുറിച്ച് പറയാ, നിങ്ങൾ മോളെ കുറിച്ചിട്ടും പറയുന്നില്ല, ഈ നാത്തൂനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല, ഞാൻ പെങ്ങളെ കുറിച്ചിട്ട് ഒന്നും പറയാത്തതാണ് ഇവിടെ വിഷയം. എന്ത് നമ്മള് കൂട്ടം കൂടും. നമ്മള് ഓൾക്ക് എന്നാ അങ്ങനെ ഹോസ്പിറ്റലായപ്പോ ഞാൻ ഇജാസിനെ വിളിച്ചായിരുന്നു, കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചായിരുന്നു. ആ ടൈമിൽ നമ്മൾ ഖത്തറിലായിരുന്നു. വീഡിയോയില് നമ്മളത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ കാത്തു. ഓളന്റെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ നമ്മളത് പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആ സംഭവം എന്താണ് അത് ഒന്നാമത് അതാണ്. എന്തിനാ വെറുതെ നമ്മൾ അതിന് നിൽക്കുന്നത് വിചാരിച്ചു. പിന്നെ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇത് കണ്ടന്റ് അല്ലേ എന്ന് ചോദിക്കും. ഇത് ഒരിക്കലും കണ്ടന്റ് അല്ല. ഇവിടെ വേറെ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതൊന്നും നിങ്ങളെ പറഞ്ഞറിയിക്കാൻ വേണ്ടിട്ട് പോവാണ്. നിങ്ങൾ പോവല്ലേ? ഞാനല്ലേ ഒറ്റക്ക് ട്രെയിന് കയറി പോവാണല്ലേ? ഒറ്റക്ക് പോണേ? അതിന്റെ സ്റ്റിക്കർ അതാ ഒട്ടി നടക്കുന്നത്. ചോര പോരും കഴിഞ്ഞ് അങ്ങനെ ഗായ്സ്. നിങ്ങൾ ഒറ്റക്ക് പോണേ? പിന്നെ ആരല്ലേ? ഞാനും ഉണ്ട്, സ്ഥലത്തുള്ള സന്താനങ്ങളും ഉണ്ട്. അപ്പൊ ഞങ്ങളോ? ഞമ്മ പോണില്ല. ഈ ചക്കര തെറ്റി ഈ ചക്കര തെറ്റിക്കണല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഓരോ തെറ്റിയ മാതിരി? തോന്നുന്നില്ല. പിന്നെ എന്താ ഓള് വരാത്ത? ഓള് വരാത്ത കാരണം ഓർക്ക് നിങ്ങൾക്ക് കാറ് വേണോ? കാറിലല്ലാതെ നിങ്ങൾ പോകൂല. ഒരു ഡ്രൈവർ വേണോ? എന്റെ കൂടെ ഒറ്റക്ക് ഞാൻ വരില്ല കൊല്ലത്തേക്ക്. തമിഴ്നാട്ടിൽ എന്റെ കൂടെ ഒറ്റക്ക്? അത് തമിഴ്നാട് പറഞ്ഞ നല്ല റോഡാ. കൊല്ലം അങ്ങനല്ലേ? കൊല്ലം റോഡ് നന്നല്ല. പിന്നെ ഇതിക്കും 2 മണിക്കൂർ പിന്നിരിക്കണം. അപ്പൊ എന്റെ കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിച്ചിട്ട് ട്രെയിനിൽ പോവാണ് ഗൈസ്. നമ്മൾ പോകുന്നുണ്ട്, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വേറെ ഒരു പരിപാടി ഞങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. എന്താ പരിപാടി? ഡ്രസ്സിന്റെ പരിപാടി. നിങ്ങളാവും അതിന്റെ മോഡല്. അതായത് 2 ഏജ് കാറ്റഗറി ഉണ്ടാവും. അതായത് സിനുവിന്റെ ഏജിനുള്ള ആൾക്കാരുടെ ഡ്രസ്സും ഉണ്ട്, നിങ്ങളെ ഏജിന്റെ ആൾക്കാരുടെ ഡ്രസ്സും ഉണ്ട്. ചുരിദാറൊക്കെ ഇടേണ്ടി വരും. നിങ്ങളെ ഏജിലുള്ള താത്താരൊക്കെ ചുരിദാർ അതല്ല, നിങ്ങൾ ഇട്ട് നടക്കണം എന്നല്ല അറിയണ്ടേ. അതായത് ജസ്റ്റ് ആ കണ്ണാടിന്റെ മുന്നിക്ക് വരിക. നിങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, അഭിനയം മാത്രമേ ഉള്ളൂ. ഏത് എന്റെ മൊബൈലല്ലേ? ഞാൻ ഇന്ത്യയിൽ അഭിനയിക്കുമ്പോ എന്തിനൊക്കെ പൈസ? അല്ലാ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ പുതിയ ഒരു എന്താക്കാൻ പോവാണ്, ലേഡീസ് ക്ലോത്ത് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കിഡോപ്പി കുട്ടികളുടെ അല്ലേ, ലേഡീസിന്റെ വേറെ അതായത് ഗൈസ് ഇവളിങ്ങനെ എല്ലാവർക്കും വീഡിയോ ചെയ്ത് കൊടുക്കല്. ഈ കുർത്തി കണ്ടോ, ഈ കുർത്തി കണ്ടോ, ആ കുർത്തി കണ്ടോ. അപ്പൊ ഞാൻ എന്താക്കി, ഇവൾക്ക് അങ്ങനെ ഒരു കുർത്തിന്റെ ബ്രാൻഡാണ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. അത് വേറെ ബ്രാൻഡ്. അതേപോലെ നമ്മള് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അതിന്റെ ഓരോ ഓട്ടത്തിലാണ് ഗൈസ്. അപ്പൊ നമുക്ക് നിങ്ങളോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നല്ല ഒരു യുണീക്കായിട്ടുള്ള വേറെ ട്രേഡ് മാർക്കൊന്നും ഇല്ലാത്ത പേരുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രാൻഡ് ഇടാൻ പറ്റിയ ഇല്ലല്ല വേറെ ആൾക്കാർ ആ പേര് ഉപയോഗിച്ച്, അതായത് നമുക്ക് ഓൺ ബ്രാൻഡാക്കി നമ്മൾ ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വേറെ ആൾക്കാർ ഇടാത്ത പേരുകൾ സജസ്റ്റ് ചെയ്തോളി. നമുക്ക് എന്തായാലും നോക്കാം, നമ്മൾ നോക്കുന്നുണ്ട്. അതായത് ചെറിയ ഒരു പരിപാടിയല്ല, നല്ലൊരു പരിപാടി തുടങ്ങാനാണ് പോകുന്നത്. അതായത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ലേഡീസ് ബ്രാൻഡ് ഓൺലൈനിലായിട്ടാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളത് പതിയെ അത് ഓഫ്ലൈനിലേക്ക് നമ്മൾ കൊണ്ടുവരും. അത് റീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കും എന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ കളിക്കുന്നത്. ലേഡീസ് നമ്മൾ എന്താണ്, കാഷ്വൽ വെയേഴ്സ് അല്ലേ? അതായത് പക്ക എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലാണ് നമ്മൾ കാഷ്വൽ വെയേഴ്സാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഓട്ടത്തിലാണ് കേട്ടോ.
അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് കൊല്ലത്തൊക്കെ പോയിട്ട് വരും. ഞങ്ങൾ അടുത്ത വരവിൽ നമ്മൾ വരും ഇൻഷാ അല്ലാഹ്. ഞാനെവിടെ കുറേ ആൾക്കാർ ഇന്നലെ തൊട്ടിട്ട് എനിക്ക് അതിൻ്റെ വീഡിയോ അയച്ചിട്ട് തുടങ്ങിക്കണേ. അതായത് അലയൊക്കെ കൊടുക്കണ പാലില്ലേ, അതിൽ വിഷാംശം ഉണ്ട് ഇത്രേ. ആ രാജേട്ടൻ്റെ വിളിച്ചിട്ട് നാളെ പോലെ പാല് കൂടെ നിൽക്കാൻ പറയും. പശുമ്പാലാവുമ്പോ അതില് ഞാനും മറ്റൊക്കെ കൊടുത്തിട്ട് കുട്ടികളുണ്ടായ പണ്ട് നിങ്ങളെ കുടിച്ചിട്ടുണ്ടായിക്കണ്. എന്ത് പശുമ്പാല് കുടിച്ചിട്ട് ചക്ക സോഫിയൊക്കെ ഇത്ര ഉണ്ടായിക്കണു. അതിനെന്താ കൊടുത്തിട്ട് കപ്പക്കൊട്ടൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ ഏറ്റവും നല്ല സാധനമാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് കൊടുത്തിരുന്നത്. നമ്മളെ മക്കൾക്ക് ഏറ്റവും നല്ല സാധനമല്ലേ കൊടുക്കുക. ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് അതല്ല, അതിന് ഇത്രയും പൈസ 755 ഉറുപ്പ്യാണ് ഒരു പാക്കറ്റ് ഞാനിന്. കുട്ടികളെ പറ്റാന് വാങ്ങുമ്പോ കമ്മി ഉണ്ടാവും. ഞാന് പറഞ്ഞ എന്താണ് പശുമ്പാലല്ല ഞാന് കൊയ്ത്ത് വരിക. 2 ദിവസം കൊടുത്തില്ലെങ്കിൽ അത് പോയി. കുടിയത്തെ കഞ്ഞി ചോറോട് വെള്ളറച്ച് കൊടുത്തൊക്കെ 3-4 നേരം കടിച്ചു. നിങ്ങളൊക്കെ അങ്ങനെ ഞാനെന്നിട്ടാ ജനിച്ചിരുന്നത് കേട്ടോ. എന്താ ഞാൻ്റെ പ്രശ്നം? അന്ന് എന്തോ കൊടുത്തപ്പോ പറഞ്ഞു അതില് കെമിക്കലാണ്. കെമിക്കലോ? എന്താ പറയാ കെമിക്കല് അല്ല, എന്തിനാ സിർലാക്കോ അല്ല, വേറെ എന്തോ വീട്ടിൽ കൊടുത്തപ്പോ പറഞ്ഞത്. എന്താ ഞാൻ്റെ പ്രശ്നം? കുറെ ആൾക്കാർ നമുക്ക് ഇങ്ങനെ വിട്ടുതരുന്നുണ്ട്. ഞാൻ എന്താ ഇന്ത്യയിൽ ഒഴിവാക്കിനോ? ഇന്ത്യയിൽ ബാൻ ചെയ്തിക്കണോ? എല്ലാ ബുക്കും ഇവിടെ ഉള്ളത് ഓൽക്ക് വിറ്റ് ഒഴിവാക്കണ്ടല്ലേ. അപ്പൊ ഗൈസ് ഞാനാണെന്നുണ്ടെങ്കിലോ ഈ സാധനം എവിടെയും കിട്ടൂല വെച്ചിട്ട് 2 പാക്കറ്റ് വാങ്ങി വെക്കുകയും ചെയ്തു. പക്ഷെ ഞാൻ അത് ഒഴിവാക്കാൻ പോവാ. എന്താ അത് വെറുതെ നമ്മള് പൈസ പോകണ നോക്കിയിട്ട് കാര്യമില്ലേ. ഞാൻ എന്ത് എന്താ സാധനം ഒരു ഛർദിക്കാൻ ഒരു കുട്ടി എങ്ങനെയാ കുടിച്ചിട്ടുണ്ടാവും. അത് പാലന്നെയാണ്. അത് പാലന്നെയാണ്. വേറെ സൈസാണ് അത്. അപ്പൊ കറക്റ്റ് പാലല്ല, അത് പാൽപ്പൊടിയാണത്. പാൽപ്പൊടി എന്തോന്നായിരിക്കും. എന്തായാലും ഗൈസ് കൊടുക്കണ പോലൊക്കെ സൂക്ഷിച്ചോളി. ഇങ്ങനെ ഓരോ സംഭവമൊക്കെ വരുമ്പോഴേ അതിനത് കമ്പനി തന്നെയാണ് തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അത് അത്ര വലിയ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാവും ചിലപ്പോ. ഇപ്പൊ അങ്ങനെ പറഞ്ഞ് സമാധാനിക്കുക. നമ്മള് നല്ലത് വെച്ചിട്ട് കൊടുക്കണല്ലേ. ഇങ്ങനെ ഓരോ കമ്പനി ഓരോ നറുക്ക് പോലെ തന്നെ ഒഴിവാക്കി വെച്ചപ്പോ അത്രയും വിലന്റെ നോക്കിയിട്ട് നമ്മൾ ലോക്കല് അല്ല കൊടുത്തത്. അത്രയും പൈസന്റെ നോക്കിയിട്ടാണ് ഏറ്റവും നല്ലതാ കൊടുത്തിന്. കാരണം ഇതിന് പാല് കൂടിയൊക്കെ നിന്നതല്ലേ വെച്ചിട്ട് അതിന് നല്ല പാല് കൊടുക്കാന്ന് വിചാരിച്ചപ്പോ അതില് വിഷാംശമായി. എൻ്റെ ഒരു യോഗം നോക്കാം. ഒരു പാലോ? നായേ ഇനിയിപ്പോ നായിന്റെ പാല കൊടുക്കണ്ടേ ഇനി? പട്ടിക്കല പാല്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് മറ്റേ പാലില്ലേ ഈ പറഞ്ഞ പെട്ടിപ്പാല്, അതെന്ത് പാലാന്നറിയോ? അതാണ് ഗുഡ് ലൈഫ്. അത് 2 ടൈപ്പാളുണ്ട്. അതായത് 0 ഫാക്റ്റും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഫാക്റ്റ് ഉള്ളത് വാങ്ങുകയാണെങ്കിൽ പശുമ്പാലാണ് നല്ലത്. 2 നേരം പാല് കൊണ്ടുവരാൻ പറയാം, അല്ലെങ്കിൽ 1 നേരം പാല് കൊണ്ടുവരാൻ പറയാം. ഒരാഴ്ച ഞാൻ വാങ്ങേണ്ട പൈസ 1 മാസം അതിനാവുള്ളൂ. 2 ആഴ്ച 2 മാസം പള്ളറച്ച് പാല് കുടിക്കാം. ഇനി ഞാനൊക്കെ നിർത്താം. ഇപ്പൊ 1.5 വയസ്സ് വരെ ഞാൻ കുടിച്ചില്ലേ? എത്ര വയസ്സായി? 1.5 കഴിഞ്ഞു. അതുവരെ എന്താ എന്റെ കുട്ടി ഞാൻ കുടിച്ചിക്കണേ? 1 വയസ്സ് വരെ 5 മാസം വരെ കുടിച്ചിട്ടുള്ളൂ. എന്ത് 1 വയസ്സ് വരെ മുലപ്പാൽ കുടിച്ചില്ലേ? കുടിച്ചോ? അപ്പൊ 5 മാസം ഒന്നും അല്ല, കൊറേ ആയി കുടിക്കൽ തുടങ്ങിയിട്ടത്. അപ്പൊ എന്തായാലും ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. എന്താ എന്റെ പ്രശ്നം? എന്താ എന്റെ പ്രശ്നം? എന്നാ ഇതിനൊന്ന് കുളിപ്പിക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാ ഉമ്മ എന്നാ പോണ്? ഞങ്ങൾ എന്നാ ഡേറ്റ് പോണ? ഡേറ്റ് ചൊവ്വാഴ്ച എപ്പോഴാ പോണേ? എങ്ങനെയാ പോണേ? ആരൊക്കെ പോണേ? നിങ്ങൾ എവിടുന്ന കയറി തരണ്ട്? ഒറ്റപ്പാലത്ത് കയറി വരുമ്പോ ട്രെയിന് തന്നെയാണ്. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും ഒരുപാട് ആൾക്കാരൊന്നും പോകണില്ല. നമ്മൾ പോവും, പിന്നെ പോവും. നമ്മളെ ഈ പരിപാടികളൊക്കെ ഒതുങ്ങിയിട്ട് ഇൻഷാ അല്ലാ നമ്മൾ പോവും അല്ലേ. ആദ്യം എന്തായാലും ഉമ്മ ഒന്ന് പോയി ഇവരൊക്കെ പോയി വരട്ടെ. ഓർക്ക് എന്തായാലും പൊങ്കലിന് ലീവ് അത്രേ. നമ്മളെന്താന്ന് വെച്ചാൽ പോകുമ്പോ കുറച്ച് ദിവസം നിൽക്കാനുള്ള രീതിക്ക് നമ്മൾ കുറച്ച് ദിവസം പോകും ഇൻഷാ അല്ലാ. നമ്മളീ തിരക്കുകളൊക്കെ ഒന്ന് ഒഴിയട്ടെ.
നിങ്ങൾ വരുമ്പോ ഓടി പിടിച്ച് വരരുത് എന്ന് പറഞ്ഞിട്ട് ഓളെ ജാസിന്റെ ഉമ്മ. അപ്പൊ നമ്മൾ പോയി വരണം. നമുക്കതാ പറഞ്ഞില്ലേ, നമ്മൾക്ക് ഖത്തറിലൊക്കെ നമുക്ക് ബിസിനസ്സുകൾ തുടങ്ങാൻ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, ഞങ്ങള് ജോലിക്ക് കൂട്ടുവോ ജോലി. ആദ്യം എനിക്കൊരു ജോലി അവിടെ ആവട്ടെ ഗൈസ്. അങ്ങനെയല്ല, നമ്മളവിടെ തുടങ്ങി, നമ്മളിതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞെന്നാണ് ആ ഒരു വീഡിയോയില്. നമുക്ക് അതിൻ്റെ ഓരോ ഓട്ടത്തിലാണ്. കാരണം എല്ലാവരും യൂട്യൂബ് കൊണ്ട് മാത്രം ന്യൂഫിൽ ജീവിക്കണമെന്ന് പറയുന്ന ആൾക്കാരോട് പറയാൻ വേണ്ടിയിട്ട്, യൂട്യൂബ് മാത്രമല്ല, അപ്പോൾ ഓൾറെഡി നമുക്ക് 2 ഷോപ്പ് വേറെയായി. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ഷോപ്പിന്റെ കാര്യങ്ങൾക്ക് പോവുകയാണ്. എന്തിന്? അത് ശരിയാ, കുടിച്ചാ കഞ്ഞി ചിലപ്പോ ഉണ്ടായില്ല. അങ്ങനെയല്ല നമുക്ക്, കൂട്ടാൻ പോയി അങ്ങനെയല്ല, നമ്മളെങ്ങനെ അറിയോ, നമ്മൾ പരിശ്രമിക്കുക, നടക്കൂല എന്നൊക്കെ പഠിച്ചോണ്ടത്. പക്ഷെ നമ്മളത് ചെയ്തു എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം, മനസ്സിലായില്ലേ? അപ്പൊ അതിനുള്ള ഓട്ടത്തിലാണ്. എല്ലാം ചെയ്തു നോക്കുക, ചിലത് ശരിയാകും, ചിലത് ശരിയാവില്ല. ശരിയായാൽ അൽഹംദുലില്ലാഹ്, അതിനകത്ത് ഇതിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയെടുത്ത്. ഓക്കെ ഗായ്സ്, അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക, ഒരു ലേഡീസ് ക്ലോത്തിങ് ബ്രാൻഡിന് പറ്റിയ പേര്. ഓൺലൈനിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു കാഷ്വൽ വെയേഴ്സ്, അതുമാതിരി ഒരു കംഫേർട്ട്, അപ്പോൾ അതിനൊക്കെ സാമ്യം വരുന്ന ഒരു പേര് എല്ലാവരും സജസ്റ്റ് ചെയ്യുക. വേറെ ആരും ആ പേരിടുകയും ചെയ്യരുത്, കാരണം നമുക്കത് ലാൻഡ്മാർക്കിനും ഒക്കെ ട്രേഡിങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്കത് ബ്രാൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള പേര് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഏലാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയില്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുന്നു.